അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം 26 ഷോറൂമുകൾ. കോൾ 8590046916. വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ച വ്യാജ വിവരങ്ങൾ നൽകിയെന്നാരോപിച്ച മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സണെതിരെ മുനിസിപ്പൽ കോടതിയിൽ ഹർജി. PV ഷാജി സമർപ്പിച്ച ഹർജിയെ തുടർന്ന് വിഷയം രാഷ്ട്രീയപരമായി ഏറ്റെടുത്ത CPM തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും നിയമപരമായി നേരിടുമെന്നും ചെയർപേഴ്സൺ. നാമനിർദ്ദേശ പത്രികയിൽ വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ച വ്യാജ വിവരങ്ങൾ നൽകിയെന്നാരോപിച്ച് മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണിക്കെതിരെ മൂവാറ്റുപുഴ മുനിസിപ്പൽ കോടതിയിൽ ഹർജി. നാമനിർദ്ദേശ പത്രികയോടൊപ്പം സമർപ്പിച്ച ഫോറം എയിൽ BBA വിവരങ്ങൾ സംബന്ധിച്ച് നൽകിയ വിവരങ്ങൾ വ്യാജമാണെന്നും ബാങ്ക് വായ്പയുടെയും ആസ്തിയുടെയും വിവരങ്ങളിൽ പൊരുത്തക്കേടുണ്ടെന്നും ആരോപിച്ച് നഗരസഭ 24-ാം വാർഡിലെ വോട്ടറായ PV ഷാജി സമർപ്പിച്ച ഹർജിയാണ് മൂവാറ്റുപുഴ മുനിസിപ്പൽ കോടതി ഫയലിൽ സ്വീകരിച്ചത്. ഹർജി ഫയലിൽ സ്വീകരിച്ചതോടെ വിഷയം രാഷ്ട്രീയമായി ഏറ്റെടുത്തിരിക്കുകയാണ് CPM. ഡിഗ്രി ഉൾപ്പെടെ വ്യാജമാണെന്നും തിരഞ്ഞെടുപ്പിൽ വിദ്യാഭ്യാസ യോഗ്യത മാനദണ്ഡമല്ലാത്ത നിലയിലും ജനാധിപത്യത്തിന് നിരക്കാത്ത പ്രവൃത്തിയിൽ നിന്ന് പിന്നോട്ടു പോകണമെന്നും CPM ഏരിയ സെക്രട്ടറി അനീഷ മാത്യു പറഞ്ഞു. മൂവാറ്റുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി അദ്ദേഹത്തിൻ്റെ നോമിനേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അസത്യകരമായിട്ടുള്ള കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഷാജി എന്ന് പറയുന്നയാൾ ബഹുമാനപ്പെട്ട മുനിസിപ്പൽ കോടതിയിൽ കേസ് കൊടുത്തിരുന്നു. ആ കേസിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പരിശോധിക്കുമ്പോൾ 2020 ശ്രീ ജോയ്സ് മേരി ആൻ്റണിയുടെ നോമിനേഷൻ ഫോമുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിരവധിയായിട്ടുള്ള കൃത്രിമങ്ങൾ ഇതിനകത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അവരുടെ വിദ്യാഭ്യാസ യോഗ്യത ഉൾപ്പെടെ 2015 ഇയാൾ +2 പാസ്സാകുന്നത്. അത് നമ്മുടെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ്സായി എന്നുള്ളതാണ് അതിൻ്റെ അത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിനുശേഷം MG യൂണിവേഴ്സിറ്റിയിൽ BA നേഴ്സിംഗ് എന്നാണ് ഇതിൻ്റെ അത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. ഇതോടൊപ്പം തന്നെ 2025 ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവരുടെ നോമിനേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 2020 BA എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. 2025 നോമിനേഷനിൽ BBA 2000 അരുണോദയം യൂണിവേഴ്സിറ്റി ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ് അരുണാചൽ പ്രദേശിലെ, അവിടെ നിന്ന് പാസ്സായി എന്നാണ് പറയുന്നത്. ഇത് രണ്ടും ശരിയാണെന്നിരിക്കെ പോലും UGCയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് 2020 ഒരാൾക്ക് ഒരേ സമയം 2 ഡിഗ്രി കോഴ്സുകൾ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ഇത് രണ്ടിൻ്റെ വർഷങ്ങൾ ഉൾപ്പെടെ തമ്മിൽ വലിയ വ്യത്യാസം ഇതിനകത്ത് വന്നു ചേർന്നിരിക്കുകയാണ്. ഇത് മാത്രമല്ല, നോമിനേഷനിൽ കൊടുത്തിരിക്കുന്നത് പ്രകാരം 2025 അവരുടെ ആസ്തി ബാധ്യതകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കൊടുക്കുമ്പോൾ 85 ലക്ഷം രൂപയുടെ കാർ ലോൺ കാണിക്കുന്നുണ്ട്. എന്നാൽ അവർക്ക് ഉണ്ട് എന്ന് നോമിനേഷനിൽ പറഞ്ഞിരിക്കുന്നത് കിയ സോണറ്റയുടെ ഒരു കാറ് മാത്രമാണ്. ഞങ്ങളുടെ സംശയം 2020 BBA പഠിക്കുന്നയാൾ MSW വെച്ചുകൊണ്ട് ഒരു സ്കൂളിൽ അധ്യാപികയായി ജോലി നേടുക. ഇതേപോലെ തന്നെയാണ് ഇവർ കോർപ്പറേറ്റ് ട്രെയിനർ എന്ന നിലയിൽ വർക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2020 MSW ഉണ്ടെന്ന് അവകാശപ്പെടുന്നയാൾ 2020-25 നോമിനേഷനിൽ BAയും BBAയും വിവിധ ഘട്ടങ്ങളിലായി പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുകയാണ്. BA അല്ലെങ്കിൽ BBO കഴിയാതെ ഒരു കാരണവശാലും MSW എടുക്കാൻ വേണ്ടി സാധിക്കില്ല. 2015 ഇദ്ദേഹം +2 ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പാസ്സാകുന്നത് എന്നുകൂടി ഇതിൻ്റെ ഭാഗമായി സൂചിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഡിഗ്രി ഉൾപ്പെടെയുള്ളത് വ്യാജമാണ് എന്നുള്ളതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് അനുമാനിക്കേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിൽ ഒരു മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിന് മത്സരിക്കണമെങ്കിൽ ഒരു ഡിഗ്രിയുടെയും ആവശ്യമില്ല, ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചാൽ മതി. അങ്ങനെ ഇരിക്കെ തന്നെ ഇത്തരത്തിൽ തെറ്റായിട്ടുള്ള വ്യാജ വിവരങ്ങൾ കൊടുത്ത് വ്യാജ ഡിഗ്രിയാണോ ഇവർ കരസ്ഥമാക്കിയിരിക്കുന്നത് എങ്കിൽ ഈ തിരഞ്ഞെടുക്കപ്പെട്ട മുനിസിപ്പൽ കൗൺസിലർ സ്ഥാനത്ത് നിന്നുൾപ്പെടെ മുനിസിപ്പൽ ചെയർമാൻ പദവി ഉൾപ്പെടെ ഒഴിഞ്ഞ് ജനങ്ങളോട് അതിൻ്റെ മര്യാദ കാണിക്കണം, ജനാധിപത്യത്തിന് നിരക്കാത്ത പ്രവർത്തനത്തിൽ നിന്ന് പിന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്തൊക്കെ ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു. നമ്മുടെ മൂവാറ്റുപുഴയിൽ ഉൾപ്പെടെയുള്ള വിവിധ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ ഉൾപ്പെടെ ഈ വാർത്തകൾ ചർച്ചയായിരുന്നു. വസ്തുതകൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പ്രതികരിക്കാം എന്ന നിലപാടാണ് ഞങ്ങളെടുത്തത്. ബഹുമാനപ്പെട്ട മൂവാറ്റുപുഴ മുനിസിപ്പൽ കോടതി ഈ തെരഞ്ഞെടുപ്പ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. ആ സ്വീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നോമിനേഷൻ്റെ രേഖകൾ ഉൾപ്പെടെ വിവരാവകാശം വെച്ച് നമ്മൾ എടുത്തു. നേരത്തെയും ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ വഴി തന്നെ അപമാനിക്കാൻ ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെന്നും അതിനെതിരെ ഞാൻ പരാതി നൽകിയിട്ടുണ്ടെന്നും
നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു. എന്നാൽ തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും നിയമപരമായി നേരിടുമെന്നും ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി മൂവാറ്റുപുഴ ന്യൂസിനോട് പറഞ്ഞു. ഇങ്ങനെ ഇത്തരത്തിലൊരു കേസ് ഉണ്ടെന്നോ ഇങ്ങനെ കുറേ ആരോപണങ്ങളുണ്ടെന്നോ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെയാണ്. ഞാനൊരു നോട്ടീസ് എനിക്ക് കിട്ടുകയോ ഞാനതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് മനസ്സിലാക്കുകയോ ചെയ്തിട്ടില്ല. ഇപ്പം ഇങ്ങനെ നോട്ടീസ് കൈപ്പറ്റിയിട്ടില്ല എന്നൊക്കെ പറയണ കേട്ടു. അങ്ങനെ ഞാനിതുവരെ അങ്ങനെ നോട്ടീസ് കണ്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളടക്കത്തെ പറ്റി എനിക്ക് പ്രതിപാദിക്കാനും പറ്റുന്നില്ല. പക്ഷേ ആസ് ഐ അണ്ടർസ്റ്റാൻഡ് ദിസ് മാറ്റർ ഈസ് അണ്ടർ ജൂറിസ്ഡിക്ഷൻ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു കാര്യത്തിൽ കൂടുതൽ കമൻസ് പറയേണ്ടതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും നിയമപരമായിട്ട് തന്നെ പോരാടുകയും മുൻപോട്ട് പോവുകയും ചെയ്യും. തെറ്റായിട്ടുള്ള ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ള ഉത്തമ വിശ്വാസം എനിക്കുണ്ട്. അത് നിയമത്തിന് മുന്നിൽ തെളിയിക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസവുമുണ്ട്. പിന്നെ ഇതിനു മുമ്പും ഇതുപോലെയുള്ള പല ആരോപണങ്ങളും സോഷ്യൽ മീഡിയകളിലുള്ള അറ്റാക്കുകളും ഒക്കെ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഇപ്പോൾ ഇലക്ഷനോടനുബന്ധിച്ചും അതിനുശേഷം ചെയർപേഴ്സൺഷിപ്പിനോടനുബന്ധിച്ചും ഒക്കെ പല രീതിയിലുള്ള വ്യാജ പ്രചരണം ഇവിടെയുള്ള എല്ലാവരും തന്നെ കണ്ടിട്ടുള്ളതാണ്. അപ്പം അതിൽ ഞാൻ ചില കേസുകൾ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതും അതിൻ്റെ വഴി അങ്ങനെ തന്നെ അങ്ങ് മുമ്പോട്ട് പോകും. നിയമത്തിൽ അടിയുറച്ച വിശ്വാസമുണ്ട്, അങ്ങനെ തന്നെ മുമ്പോട്ട് പോകും. ഈ ഒരു കാര്യം ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് തന്നെയാണ് അടിയുറച്ച് വിശ്വസിക്കുന്നത്. സാമ്പത്തിക ഇടപാടിനെ പറ്റിയും ഇങ്ങനെ ആരോപണങ്ങളുണ്ടെന്ന് കേൾക്കുന്നു. ഞാൻ നടത്തുന്ന ഒരു കമ്പനി എന്ന് പറയുന്നത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. വളരെ സുതാര്യമായി അതിൻ്റെ അക്കൗണ്ട്സും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന, സുതാര്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്, ഒരു വുമൺ ഓൺടർപ്രണർഷിപ്പാണ്. അപ്പം അതൊക്കെ ഒരു വനിത കഷ്ടപ്പെട്ട് മുമ്പോട്ട് വരുമ്പോൾ ഇത്തരത്തിൽ എന്തും പറഞ്ഞ് അവരെ ഇല്ലാണ്ടാക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സാമാന്യ ജനത്തിന് ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ്. എന്നും സത്യം മാത്രം ജയിക്കുന്ന വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഒരു കാര്യങ്ങളും തെറ്റായി ഞാൻ രേഖപ്പെടുത്തിയിട്ടില്ല. കൃത്യമായ എല്ലാ ഡോക്യുമെന്റുകളും എൻ്റെ കയ്യിലുണ്ട്. ചെയർപേഴ്സൺ എതിരെയുള്ള ആരോപണങ്ങൾ ഉയർന്നതോടെ വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്കാണ് വിഷയം വഴിവെച്ചത്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.